ഞാനേ കാലാവസ്ഥ മാറിയതിൻ്റെ എന്തോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് എനിക്ക് ശാരീരിക ബുദ്ധിമുട്ട് വരാറുണ്ട്. ഇത്തവണ വന്നിട്ട് എന്താണെന്ന് എനിക്കറിയില്ല. ഇച്ചിരി കടന്നു പോയി. അപ്പോൾ റെസ്റ്റ് തന്നെ എടുത്ത് കിടപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണത് അങ്കിളാണ്. അപ്പം എന്നോട് ഏറ്റു വരരുത്, അവിടെ തന്നെ കിടന്നോളൂ എന്നൊക്കെ നിർബന്ധം വെച്ചിരിക്കുന്നതാണ്. കുറവായിട്ടുണ്ട്, കുറവായി വരുന്നുണ്ടെങ്കിലും അത് തീർത്ത് മാറുന്നത് വരെ എങ്ങും എൻ്റെ പോകരുതെന്നും പറഞ്ഞ് നിർബന്ധം പറഞ്ഞേക്കണതാണ്. അപ്പോൾ ഇവിടെ ഇന്ന് അങ്കിള് ചെയ്ത് കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് ചായയൊക്കെ ഇട്ട് തന്നു. പിന്നെ അടുക്കളയിൽ അടിക്കലും തൂക്കലും തുടക്കലും ഒക്കെ അങ്ങേര് തന്നെ ചെയ്യുന്നത്. പിന്നെ പാത്രങ്ങൾ വേവിച്ചൊക്കെ കഴുകി വെച്ചു. അത് കഴിഞ്ഞിട്ട് മീൻ വാങ്ങിക്കൊണ്ടുവന്നു. അയിലയാണ്. അപ്പം ഞാൻ എന്തെങ്കിലും സഹായിക്കാമെന്ന് കരുതി ഉള്ളിയും മുളകും അരിഞ്ഞു കൊടുക്കാമെന്ന് കരുതി വന്നപ്പോഴത്തേനും മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ തന്നെ എല്ലാം ശരിയാക്കി വെച്ചു. അപ്പം ആ ശരിയാക്കി വെച്ചത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പാത്രങ്ങളെല്ലാം വെടിപ്പാക്കി വെച്ചു. കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മുമ്പ് അടക്കി പറക്കി എടുത്ത് മുകളിൽ കയറ്റി വെച്ചു. പ്ലേറ്റുകളും ഒക്കെ എടുത്ത് മാറ്റി വെച്ചു. ഇത് വെള്ളം വലിയാൻ വേണ്ടിയിട്ട് കമിഴ്ത്തി വെച്ചിരിക്കുന്നതാണ്. എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രങ്ങളല്ലെങ്കിലും ഇതെടുത്ത് അടിയിൽ കബോർഡിൻ്റെ ഉള്ളിൽ വെക്കാൻ കരുതി തേച്ച് കഴുകി മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് തേച്ച് കഴിയുമെന്ന് ഞാൻ പറഞ്ഞത്. കുറേ സമയമെടുത്ത് കാണും അത്രയും തേച്ച് കഴുകാനായിട്ട്. പിന്നെ ചോറ് റെഡിയാക്കി വെച്ചു. എളുപ്പം വേവണ അരി അടപ്പത്തിട്ടു. അപ്പോൾ പെട്ടെന്ന് ആയി. അത് ചോറ് കോരിയെടുക്കാൻ പറ്റി. അപ്പോൾ അടപ്പിലേക്ക് കൊണ്ടുപോകണേ. അപ്പോൾ ഒരുപാട് സമയമെടുത്ത് വേവുന്ന അരി ഇട്ടില്ല. അയിലയാണ് വാങ്ങിക്കൊണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഉള്ളി, മുളക്, പച്ചമുളക്, ചുമന്നുള്ളി, കറിവേപ്പില, ഇഞ്ചി എല്ലാം എടുത്തിട്ട് മീൻ വെട്ടി കഴുകി എടുത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ് ഇതെല്ലാം കൂടി കൂട്ടി തിരുമ്മി തട്ടിപ്പൊത്തി വെച്ചിട്ട് കുടംപുളിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എവിടേക്കോ പോയേക്കുക, വേറെ എന്തോ കാര്യത്തിന്. അപ്പോൾ ബാങ്ക് സംബന്ധമായ ചില കാര്യങ്ങളൊക്കെ നടത്താൻ പോയേക്കുക. അപ്പോൾ ഞാനിപ്പോൾ വെറുതെ എഴുന്നേറ്റൊന്ന് വന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ കൂട്ടി തിരുമ്മിയൊക്കെ വെച്ചേക്കുക. അപ്പോൾ ഞാൻ എൻ്റെ പേർക്ക് വെള്ളമൊക്കെ ഒഴിച്ച് അടപ്പത്ത് വെക്കാൻ കരുതി അങ്ങനെ റെഡിയാക്കിയപ്പോഴാണ് അയ്യോ ഇങ്ങനെയെങ്കിലും ഒരു വീഡിയോ പിടിച്ചിടാലോ എന്ന് കരുതിയിട്ട് ഞാനിത് എടുത്തത്. അപ്പോൾ ഇത് അടപ്പത്ത് വയ്ക്കുകയാണ്. കറി അങ്ങനെ അടപ്പത്ത് കയറ്റി. വളപ്പിലേക്ക് പോയിട്ട് കുറച്ച് ദിവസങ്ങളായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയ്യാന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പോക്കില്ല. അപ്പോൾ ഓരോ ദിവസം വരുമ്പോഴും ഞാൻ ചോദിക്കും, ചക്ക പന്നി തിന്നോ, പന്നി കയറിയിട്ടുണ്ടായോ? അപ്പം 3-4 കട പേര് പോലും വരാത്തത് ഇന്നലെയും കൂടിയും പിഴുത് കളഞ്ഞു. അപ്പോൾ ഓരോ ദിവസവും ഇന്ന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചക്ക അവിടെ കിടപ്പില്ലേ? കടക്കാണ് കിടക്കണതേ. അപ്പോൾ 2-3 അവർ തിന്നു. ഒരെണ്ണം ഉണ്ടായത് ഇച്ചിരി മുകളിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പയാണ് അങ്കിള് പറയണതേ, അയ്യോടെ ഈ ചക്ക ഞാൻ
വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം പറഞ്ഞില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ അതിനകത്ത് തന്നെ ഇരുന്നായിരുന്നു. അപ്പം ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പം ഇതാണ് ചക്ക, വിയറ്റ്നാം വേർലിയാണ്. ഇനി അത് നമുക്കൊന്ന് മുറിച്ചു നോക്കാം. ചാടിപ്പോയി. ചുള പറിച്ചെടുക്കട്ടെ. ചോളയൊക്കെ ഉരിഞ്ഞെടുത്ത് കൊണ്ടുവന്ന് വെച്ച് സ്വസ്ഥമായി ഒരിടത്തിരുന്ന് നന്നാക്കാമെന്ന് എഴുതിയേക്കാണ്. അപ്പോൾ ചക്ക നല്ല നിറമൊക്കെ ഉണ്ട്. ചക്ക അടപ്പത്ത് വയ്ക്കാം. ചക്ക അടപ്പത്ത് വയ്ക്കുന്ന വരെയുള്ള വീഡിയോ ഒക്കെ കാണിച്ചു. അങ്കിളിൻ്റെ പേർക്ക് അടപ്പത്ത് വയ്ക്കലും കഴിഞ്ഞു, ഉള്ളി മുളകും ചതച്ച് ഉരത്തലും കഴിഞ്ഞു, വിളമ്പി വെക്കലും കഴിഞ്ഞു. ഇപ്പോൾ വീഡിയോ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാക്കുന്നതൊന്നും കാണിക്കാൻ പറ്റില്ല. ഈ ചേട്ടൻ എന്നെ വിളിച്ചില്ലല്ലോ അല്ലേ. എനിക്ക് തുമ്മലുള്ള കാരണം കൊണ്ട് ഇപ്പോൾ 2 ദിവസത്തേക്ക് ഞാൻ റെസ്റ്റിലാണ്. അപ്പം അത് കാരണം ചക്കയുടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ അങ്ങോട്ട് കാണിക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ചോറിന് കറി ഇതൊക്കെയാണ്. അയില വെച്ചതുണ്ട്, പുളിശ്ശേരിയുണ്ട്, പിന്നെ ഈ പറഞ്ഞോണം ചക്കയുണ്ട്. ഞങ്ങൾ ഊണ് കഴിക്കുകയാണ്. അങ്കിളുടെ ഊണ് കഴിയാറായി. അപ്പം ഞാൻ പിന്നെ മറന്ന ഒരു കാര്യമുണ്ട്. ചക്ക വേവിച്ച് ഒരത്തിയ സമയത്തൊന്നും ഞാൻ ഉണ്ടായില്ലായിരുന്നു അവിടെ. എല്ലാം അങ്കിള് തന്നെയാണ് ചെയ്തത്. അങ്കിള് മിണ്ടിയതുമില്ല. അപ്പോൾ ഊണ് കഴിച്ചിരിക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുക, അയ്യോ ചക്ക ഉലത്തിയെടുത്ത വീഡിയോ കാണിച്ചില്ലല്ലോ. അവിടം വരെയല്ലേ എടുത്തുള്ളൂ നന്നാക്കി അടപ്പത്ത് വയ്ക്കണത്, പിന്നെ കാണിച്ചില്ലല്ലോ എന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ചോറ് ചക്ക ഇട്ടേക്കണത് കാണിച്ചെന്ന് തോന്നണം. അപ്പം ഊണിന് കറി ചക്കയുണ്ട്, പുളിശ്ശേരിയുണ്ട്, പിന്നെ ചക്ക ഉലക്കിയതും പുളിശ്ശേരിയും മീൻ കറിയാണുള്ളത്, അയില പറ്റിച്ചത്. ഇതിപ്പോൾ ഞങ്ങൾ സംസാരിച്ചിരിക്കുന്ന കുറേ ഭാഗമൊക്കെ എല്ലാം കംപ്ലീറ്റ് ഞാനത് ശബ്ദം മാറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കാതെ വേറെ ഒരു ട്യൂൺ കയറി വന്നു. അത് എങ്ങനെ കളയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഇത് സ്വിച്ച് ഓഫൊക്കെ ചെയ്ത് പിന്നെ വീണ്ടും അത് വരാതിരിക്കാൻ ഞാൻ നോക്കിയത് തന്നെ. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഈ മ്യൂസിക് നമ്മളറിയാതെ കയറി വരുന്ന മ്യൂസിക്കാണ്. അത് എങ്ങനെ വന്നതാണെന്ന് എനിക്കറിയില്ല. ഒരിക്കൽ ഞാൻ അത് വലിയ കുഴപ്പമില്ലല്ലോ എന്ന് എഴുതി ഇട്ടു. കോപ്പി റൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതി കാണിച്ചു. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ലേ. പിന്നെ ഞാനിങ്ങനെ വന്നതൊക്കെ ശബ്ദം കംപ്ലീറ്റ് കളഞ്ഞിട്ട് നമ്മുടെ ശബ്ദം ഇട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചതൊന്നും ഇതിൽ വന്നിട്ടില്ല. അപ്പം മീൻ മേടിച്ചെടുത്ത കാര്യങ്ങൾ അങ്കിൾ പറയായിരുന്നു. അങ്ങനെ ഫ്രഷ് മീനാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ അങ്കിൾ ചെല്ല കാണുമ്പോഴത്തേനും നമ്മുടെ കൈയിട്ടം തരുന്ന ചേട്ടൻ നല്ല കൈനീട്ടം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഇവിടെ അരുവത്തി മീൻ വിൽക്കാൻ വരുമ്പോഴും എല്ലായിടത്തും കയറുന്നതിന് ഇവിടെ വന്ന് മീൻ തന്ന് കാശ് മേടിച്ചിട്ട് പോകും. കാരണം കൈനീട്ടം നല്ലതാണെന്നും പറഞ്ഞു. അപ്പോൾ മീൻ കടയിൽ ചെന്നപ്പോൾ അങ്കിളിനെ കണ്ടപ്പോൾ പറയാതെ നമ്മുടെ ചേട്ടൻ വരുന്നുണ്ട്, ആ ചേട്ടൻ മുന്നേ മീൻ തൂക്കി കൊടുക്ക് എന്ന് പറഞ്ഞ കാര്യമൊക്കെയാണ് ഞങ്ങളിരുന്ന് ചർച്ച ചെയ്തത്.